ഹായ്, നമുക്കിന്ന് മന്തി ബിരിയാണിയോടൊപ്പം വിളമ്പുന്ന ടൊമാറ്റോ ചട്നി തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിന് ടൊമാറ്റോ സോസ് എന്ന് വേണമെങ്കിലും പറയാം. ഇത് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാം. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അപ്പം നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എല്ലാ റെസിപ്പീസിൻ്റെയും നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണേ. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ചേരുവകളാണ് വേണ്ടത്. ഒരു വലിയ പഴുത്ത തക്കാളി, ഒരു ചെറിയ വെളുത്തുള്ളി, ഒരു പച്ചമുളക്, ഒരു ടേബിൾ സ്പൂൺ മല്ലിയില. ഇനി ഇതെല്ലാം കൂടെ മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. കുറച്ച് വെള്ളം കൂടി ചേർക്കാം. വെള്ളം കൂടി പോകരുത്. സാധാരണ നമ്മൾ ചട്നിക്കൊക്കെ അരച്ചെടുക്കുന്ന അതേ കൺസിസ്റ്റൻസിയിൽ തന്നെ അരച്ചെടുത്താൽ മതി. ഞാനിവിടെ ആദ്യം 1/4 കപ്പ് വെള്ളമേ ചേർക്കുന്നുള്ളൂ. അരഞ്ഞു കിട്ടിയില്ലെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് അരച്ചെടുക്കാം. അപ്പോൾ ചട്നി റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ മന്തി ബിരിയാണിയോടൊപ്പം വിളമ്പുന്ന അറബിക് സ്റ്റൈലിലുള്ള ടൊമാറ്റോ ചട്നി തയ്യാറായി. എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനും. നാളെ ഞാൻ മന്തി ബിരിയാണി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കാണാനും മറക്കരുത്. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.